നമസ്കാരം. പൂക്കി ചിരിച്ചിരിച്ച് പൂക്കികളെ പറ്റിച്ചു. KSRTC സൗജന്യ യാത്ര എന്ന് പറഞ്ഞ് സ്ത്രീകളെയും പറ്റിച്ചു. പക്ഷേ അവസാനം സംഭവിച്ചത് പറയാതിരിക്കാൻ കഴിയില്ല. വാർത്തയിലേക്ക്. പൂക്കി ചിരിച്ചിരിച്ച് ജൻസികളെ പറ്റിച്ചതിന് പിന്നാലെ വാഹനങ്ങളിലെ രൂപമാറ്റത്തിന് സതീശൻ സർക്കാർ ഇതുവരെ പിഴയിട്ടത് 1 കോടി രൂപയാണ്. മെയ്യിൽ 1528 പേരിൽ നിന്നായി 87 ലക്ഷം രൂപയും ഈ മാസം ഇതുവരെ 450 പേരിൽ നിന്നായി 12 ലക്ഷം രൂപയും പിഴ ഈടാക്കിയതായാണ് വിവരാവകാശ നിയമപ്രകാരം മോട്ടോർ വാഹന വകുപ്പ് നൽകിയ മറുപടിയിൽ കാണാൻ കഴിയുന്നത്. പല മോഹന വാഗ്ദാനങ്ങൾ നൽകിയായിരുന്നു പുതുതലമുറയെ VD സതീശൻ പറ്റിച്ചതെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. മോഡിഫിക്കേഷൻ നടത്താം, അത് നടത്താം, ഇത് നടത്താം എന്നൊക്കെ പറഞ്ഞ് ആ ജൻസികളെയും പൂക്കികളെയും ഒക്കെ പറ്റിച്ച് നൈസായിട്ട് ഊട്ടുപിടിച്ച ശേഷം അവരെ തേക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. UDFന്റെ പ്രകടന പത്രികയിലും രൂപമാറ്റം അനുവദിക്കുമെന്ന് പറഞ്ഞിരുന്നു എന്നുള്ള കാര്യം കൂടി പറഞ്ഞു വെക്കുകയാണ്. അതായത് പ്രകടന പത്രികയിലൂടെ ഇത്ര അധികം നുണ അടിച്ചുവിടുന്ന ഒരു മുന്നണിയും വേറെ കാണില്ല എന്ന് പറഞ്ഞു വെക്കട്ടെ. എന്നിട്ട് അനുവദിച്ചതൊക്കെ കേട്ട് നമ്മൾ ഞെട്ടുകയും ചെയ്തു. സീറ്റ് കവർ, ഡാഷ് ക്യാമറ, റിവേഴ്സ് ക്യാമറ, പാർക്കിംഗ് സെൻസർ, GPS ട്രാക്കർ, ആൻഡ്രോയിഡ് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, അങ്ങനെയൊക്കെ തുടങ്ങി ഒരു 10-18ഓളം ഒരു ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും പറയാൻ പറ്റില്ല. അത് ഇപ്പോഴും പല വണ്ടികളിലുണ്ട്. അങ്ങനെ ചിലത് എന്തൊക്കെയോ നടത്തിയെന്ന് പറഞ്ഞ് ഈ പറയുന്ന പൂക്കികളെ പറ്റിക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോ എല്ലാം വെറും നുണയായിരുന്നു എന്ന് ജനങ്ങൾ മനസ്സിലാക്കുകയാണ്. വാഹനങ്ങളുടെ എഞ്ചിനും ഘടനയിലും മാറ്റം വരുത്തുന്നത് കേന്ദ്ര നിയമമായിട്ടുള്ള മോട്ടോർ വെഹിക്കിൾ ആക്ട് അനുസരിച്ചാണെന്നുള്ള കാര്യം VD സതീശന് അറിയില്ലാഞ്ഞിട്ടൊന്നും ആയിരുന്നില്ല. പക്ഷെ ഇതൊന്നും നമ്മുടെ പൂക്കി പിള്ളേർക്ക് അറിയില്ല എന്ന് നന്നായി തന്നെ VD സതീശന് അറിയാമായിരുന്നു. അതുകൊണ്ട് VD സതീശൻ ഇതൊക്കെ ഞാൻ വിചാരിച്ചാൽ നടക്കുമെന്ന രീതിയിലായിരുന്നു പറ്റിച്ചത്. അവസാനം ഒരു പൂക്കി ചിരിയൊക്കെ ചിരിച്ച് അവസാനം നീലക്കുയില് പൂക്കി CM ഒക്കെ ആക്കി പൂക്കിയെ മാറ്റുമ്പോൾ ഇപ്പോൾ പൂക്കികളുടെ പേടി സ്വപ്നമായിട്ട് മാറുകയാണ് ഈ പൂക്കി CM. പൂക്കി CM നല്ല രീതിയിൽ തന്നെ നമ്മുടെ ജൻസി പിള്ളേരെ പൂക്കി വിട്ടു എന്ന് പറയാതെ വയ്യ. എന്തായാലും പാർലമെന്റ് പാസാക്കിയ നിയമത്തിൽ തൊടാൻ സതീശൻ എന്നല്ല ഒരു സംസ്ഥാന സർക്കാരിനും കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. ഇത് നേരത്തെ LDFും പറഞ്ഞിരുന്നതാണ്. പക്ഷെ നമ്മുടെ പൂക്കി പിള്ളേര് എന്തുകൊണ്ടെന്ന് മനസ്സിലാക്കിയില്ല. സുരക്ഷാ കാരണങ്ങളാൽ ഇത്തരം മാറ്റങ്ങൾ നിയമവിരുദ്ധമാണെന്ന് സുപ്രീം കോടതി നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കൂടുതൽ മോഡിഫിക്കേഷൻ അനുവദിക്കും എന്ന് പറഞ്ഞ് യുവാക്കളെ സതീശൻ നൈസായിട്ട് പറ്റിച്ചത്. ഇതിന് പിന്നാലെ നിയമലംഘനങ്ങൾക്ക് പിഴ ചുമത്തി പരമാവധി പണം പിരിക്കാൻ മോട്ടോർ വാഹന വകുപ്പിന് നിർദ്ദേശമൊക്കെ നൽകിയിരിക്കുകയാണ്. എന്തായാലും UDF ജൻസികളെയും പൂക്കികളെയും ഒക്കെ പറ്റിച്ചു. ഒരു ഭാഗത്ത് നോക്കുമ്പോൾ എന്തായാലും സ്ത്രീകളെയും നൈസായിട്ട് പറ്റിച്ചിരിക്കുന്നു. KSRTC ബസ്സിൽ എല്ലാ ബസ്സിലും സൗജന്യ യാത്ര എല്ലാ സ്ത്രീകൾക്കും ഞങ്ങൾ നൽകും എന്നുള്ളതായിരുന്നു ഇന്ദിരാ ഗ്യാരണ്ടിയിലെ മറ്റൊരു ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത ഗ്യാരണ്ടിയാണ് കേട്ടോ ഇന്ദിരാ ഗ്യാരണ്ടി. അവസാനം സ്ത്രീകളെല്ലാം അതിലൊന്ന് വീണു. ജയിച്ച ശേഷം എവിടെ ഞങ്ങളുടെ സൗജന്യ യാത്ര സതീശേട്ടാ എന്ന് പറഞ്ഞു ചെന്നപ്പോൾ സതീശേട്ടൻ പറയാണ് അത് ജൂൺ 15 മുതൽ വിസ്മയമായിരിക്കും, വിസ്മയം എന്ന് പറഞ്ഞു. അങ്ങനെ അവസാന വിസ്മയം കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മൂപ്പര് തന്നെ പറഞ്ഞു. വിസ്മയം എങ്ങനെയായിരുന്നു എല്ലാവർക്കും അറിയാം. ഓർഡിനറി ബസ്സിൽ മാത്രം നമ്മള് സൗജന്യ യാത്ര അനുവദിക്കും. അതായത് അത് അവതരിപ്പിക്കുന്ന ആ ശൈലിയൊക്കെ രസമായിരുന്നു. ഓർഡിനറി ബസ്സിൽ എല്ലാ സ്ത്രീകൾക്കും സൗജന്യ യാത്ര എന്ന് പറഞ്ഞ് പുള്ളിയുടെ ശിങ്കിടികളും സൈബർ ഇടത്തെ പല അടിമകളും ഒക്കെ കൈയടിച്ചത് പാസ്സാക്കി എന്തൊക്കെയോ വ്യാജ പ്രചരണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. എന്നാൽ വസ്തുത എന്താണ്? എല്ലാ ബസ്സുകളും സൗജന്യമില്ല, ഓർഡിനറി ബസ്സിൽ മാത്രം. എന്നാൽ ഈ ഓർഡിനറി ബസ്സുകളുടെ എണ്ണം എത്രയാണ്? 1000-ന് താഴെയാണ്. പലതും കട്ടപ്പുറത്താണെന്നുള്ള കാര്യത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരികയാണ്. അപ്പോൾ നൈസായിട്ട് എന്തൊക്കെ ഞങ്ങൾ ചെയ്തു എന്ന രീതിയിൽ വരുത്തി തീർക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞ് പറ്റിക്കുകയാണ്. വോട്ട് ആണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. ആ വോട്ട് ലക്ഷ്യമിട്ട് തന്നെയാണ്, സ്ത്രീകളുടെ വോട്ട് പിടിക്കാൻ വേണ്ടി തന്നെയാണ് ഈ നുണ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോ ഇതുമായി ബന്ധപ്പെട്ടത് നാളെ മുതൽ അങ്ങനെ സൗജന്യ യാത്ര തുടങ്ങുമ്പോൾ പ്രതിപക്ഷം പറയുകയാണ് ഞങ്ങൾ ഇതായിട്ട് സഹകരിക്കാനില്ല, ഞങ്ങൾ ഇന്ന് വിട്ടു നിൽക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പണി പാളിയിലൊന്നും കണ്ടപ്പോൾ ഈ ഭരണപക്ഷം പ്രതിപക്ഷത്തെ ആക്രമിക്കാൻ വേണ്ടി ഇതിൽ രാഷ്ട്രീയം കാണല്ലേ എന്നൊക്കെ പറഞ്ഞ് രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. സത്യത്തിൽ ഇതിൽ രാഷ്ട്രീയം കാണുന്നത് ആരാണ്? സർക്കാർ തന്നെയാണ്. അവർ നടത്തുന്ന ഒരു തട്ടിപ്പിന് എന്തിനാണ് പ്രതിപക്ഷം കുടപിടിക്കേണ്ടത്? അതേസമയം എല്ലാ ബസ്സുകളും അനുവദിച്ചു അങ്ങനെ ആയിരുന്നുവെങ്കിൽ, അതായത് എല്ലാ ബസ്സിലും സൗജന്യ യാത്ര അനുവദിച്ചു എന്ന രീതിയിലായിരുന്നെങ്കിൽ തീർച്ചയായും പ്രതിപക്ഷം ഇടപെടണമായിരുന്നു. പ്രതിപക്ഷം വിട്ടു നിന്നിരുന്നെങ്കിൽ ഞാൻ തന്നെ വിമർശിക്കുമായിരുന്നു. പക്ഷേ ഇവിടെ പ്രതിപക്ഷം തീർച്ചയായും വിട്ടു നിൽക്കണം. കാരണം ഈ നാട്ടിലെ എല്ലാ സ്ത്രീകളെയുമാണ് ഈ സർക്കാർ പറ്റിച്ചിട്ടുള്ളത്. ഈ നാട്ടിലെ എല്ലാ സ്ത്രീകളെയുമാണ് ഇന്ദിരാ ഗ്യാരണ്ടി വഴി മോഹന സുന്ദര വാഗ്ദാനങ്ങൾ നൽകി VD സതീശൻ പറ്റിച്ചിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ പറ്റിച്ചിട്ടുള്ള ഒരു ഇന്ദിരാ ഗ്യാരണ്ടി എന്ന രീതിയിൽ ഈ സാധനം നടപ്പിലാക്കുമ്പോൾ പ്രതിപക്ഷം സഹകരിക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് കേരളത്തിലെ ഒന്നടക്കം ജനങ്ങളും പറയുന്നത്. നോക്കൂ, ഇപ്പൊ ഇങ്ങനെ ഈ ഓർഡിനറി ബസ്സിൽ സൗജന്യ യാത്ര അനുവദിച്ചതോടുകൂടി തന്നെ സ്വകാര്യ ബസ് ഉടമകൾ അവരുടെ കുത്തനെ അവരുടെ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. ഓർഡിനറി ബസ്സിൽ മാത്രമേ ഈ സൗജന്യം ഉള്ളൂ എന്ന് ആലോചിക്കണം. പക്ഷെ ഞങ്ങൾക്ക് ഇതൊക്കെ വർദ്ധിപ്പിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ ഇതാ സമരത്തിലേക്ക് പോകുന്നു പറഞ്ഞാൽ അവർ രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുത്തക കമ്പനികൾക്കും സ്വകാര്യ വ്യക്തികൾക്കും ഒക്കെ മാത്രം ഗുണം ഉണ്ടാകുന്ന സാധാരണക്കാരന്റെ ജീവിതം
കൂടുതൽ ദുസ്സഹമാക്കുന്ന, സാധാരണക്കാരന്റെ മുതുകിൽ വീണ്ടും വീണ്ടും പ്രാരാബ്ധത്തിന്റെയും വലിയ രീതിയിൽ തന്നെ വിലകയറ്റത്തിന്റെയും വലിയ രീതിയിൽ തന്നെ പ്രതിസന്ധികളുടെയും ഒക്കെ ഒരു വലിയ പാറക്കല്ല് കയറ്റി വെക്കുന്ന രീതിയിലേക്ക് ഈ സർക്കാർ മാറുകയാണ്. സത്യത്തിൽ ഈ സർക്കാർ ആർക്കൊപ്പമാണ്? ഞങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയോ മലമറിക്കും, ഞങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുവർണ്ണ കാലഘട്ടമായിരിക്കും, വിസ്മയമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വിസ്മയം കൊണ്ട് ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായി മാറിയിട്ടുണ്ട് പൂക്കി CMA എന്ന് പറയാതെ വയ്യ. സത്യത്തിൽ വന്നു ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ സംഘികൾക്കും ഈ കൊങ്ങികൾക്കും മാത്രം ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് എന്നാണ് പലരും പറയുന്നത്. സംഘപരിവാരങ്ങളും ആർസും ഒക്കെ അഴിഞ്ഞാടുകയാണ്. BJP ആണോ ഇവിടെ ഭരിക്കുന്നത് അതോ UDF ആണോ ഇവിടെ ഭരിക്കുന്നത് എന്ന് തന്നെയാണ് ജനങ്ങൾ ചോദിക്കുന്നത്. അതായത് നിലപാടുകളുടെ കാര്യത്തിൽ വ്യതിചലനം, പറഞ്ഞ കാര്യങ്ങളൊന്നും വാഗ്ദാനങ്ങളൊന്നും നടപ്പിലാക്കപ്പെടാത്ത സാഹചര്യം, അങ്ങനെ ഞങ്ങൾ പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നവരല്ല എന്നും ഞങ്ങൾക്ക് യാതൊരു നിലപാടില്ല എന്നും ഒക്കെ ഒരു സർക്കാർ ഇങ്ങനെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യ മേഖലയുടെ ഒക്കെ അവസ്ഥ നമുക്കറിയാമല്ലോ. ആരോഗ്യ മേഖലയൊക്കെ അമ്പേ പരാജയമായി. വനം വകുപ്പ് മന്ത്രി അതിനേക്കാൾ വലിയ ദുരന്തമായി മാറുന്നു. അങ്ങനെ എല്ലാ മന്ത്രിമാരും തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വകുപ്പ് പോലും കൈകാര്യം ചെയ്യുന്ന ഒരു കാര്യത്തിൽ അമ്പേ പരാജയമായി മാറുന്നു. ആകെ സത്യത്തില് വലിയ കുഴപ്പമില്ലാതെ ഇപ്പൊ പോകുന്നത് ആഭ്യന്തര വകുപ്പാണ്. രമേശ് ചെന്നിത്തല തന്റെ ആ ഒരു വകുപ്പ് കുഴപ്പമില്ലാത്ത രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. വരും ദിവസങ്ങൾ എങ്ങനെയാവുമെന്ന് അറിയില്ല. പക്ഷെ ഇപ്പോ ഈ മന്ത്രിസഭ വന്നതിന് ശേഷം ഏറ്റവും നല്ല രീതിയിൽ തന്നെ തന്റെ വകുപ്പ് നോക്കുന്നത് അത് രമേശ് ചെന്നിത്തലയാണ്. പക്ഷേ മുഖ്യമന്ത്രി ആവട്ടെ, മുഖ്യമന്ത്രി അമ്പയെ പരാജയമായിട്ട് മാറുന്നു. വന്ന് പൂക്കി പിള്ളേരും സ്ത്രീകളും ഒക്കെ VD സതീശനെ സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് അലക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ സർക്കാരിനെ എടുത്തിട്ട് പിള്ളേരെ ഏറിക്കയറ്റുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും എന്തോരം ക്യാപ്സ്യൂളുകളാണ് ഇറങ്ങുന്നതെന്ന് അറിയാമോ? ഓർഡിനറി ബസ്സിൽ ഞങ്ങൾ സൗജന്യമാക്കി തന്നില്ലേ എന്നാണ് ഈ അടിമകൾ ചോദിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഉളുപ്പുണ്ടോള അടിമകളെ എന്ന് ഈ സ്ത്രീകളും തിരിച്ചു ചോദിക്കുകയാണ്. എന്തുകൊണ്ടാണ്? അവരാരെങ്കിലും ആവശ്യപ്പെട്ടായിരുന്നോ ഓർഡിനറി ബസ്സിൽ ഞങ്ങൾക്ക് നിങ്ങൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ സൗജന്യമായിട്ട് യാത്ര ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കണമെന്ന്, എല്ലാ ബസ്സിലും നൽകണമെന്ന് അവർ പറഞ്ഞിരുന്നോ? ഇല്ല, നിങ്ങളാണത് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ പറയുമ്പോൾ അത് നടപ്പിലാക്കാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ്. നോക്കൂ, LDF അധികാരത്തിൽ ഇരുന്നപ്പോൾ അവരും ഈ പറയുന്നത് പോലെ അവരുടെ പ്രകടന പത്രികയൊക്കെ അവർ വലിയ രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞതൊക്കെ വാഗ്ദാനങ്ങളൊക്കെ നിറവേറ്റി നമ്മളെ കാണിച്ചു തന്നു അല്ലെ. അതായത് അവരുടെ പ്രകടന പത്രിക മുഴുവൻ അവർ പറഞ്ഞതുപോലെ തന്നെ നടപ്പിലാക്കിയ ഒരു സർക്കാരായിരുന്നു LDFന്റെ സർക്കാർ. പക്ഷെ ഇവിടെ നോക്കൂ, തുടക്കം മുതൽ തന്നെ അമ്പേ പരാജയം. മന്ത്രിസഭാ യോഗം ചേരും, ശേഷം പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകുന്ന, സത്യത്തിൽ സംഘികൾക്കും സംഘപരിവാരങ്ങൾക്കും ഒക്കെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒന്നും ഉണ്ടാകുന്നില്ല. മാത്രമല്ല പറഞ്ഞതൊക്കെ ഈ പറയുന്നത് പോലെ വെറും പൊള്ളയാണെന്ന് തെളിയിക്കുന്ന കാഴ്ചയൊക്കെ ഓരോ മന്ത്രിസഭാ യോഗത്തിന് ശേഷം കാണുകയാണ്. മാത്രമല്ല ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സഭയിൽ പ്രതിപക്ഷം ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്താലോ ആ വിഷയം ചർച്ച ചെയ്യാൻ പോലും തയ്യാറല്ല ഭരണപക്ഷം എന്നുള്ളതാണ്. അനുമതി കൊടുക്കാതിരിക്കുക, അങ്ങനെ പല രീതിയിലുള്ള സംഭവവികാസങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്രതിപക്ഷമായ ശേഷം ഈ പ്രതിപക്ഷം അതിശക്തമായി തന്നെ ആഞ്ഞടിച്ചുകൊണ്ട് ഭരണപക്ഷത്തിന് മുകളിൽ നിൽക്കുന്ന ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുകയാണ്. സത്യത്തിൽ ഇപ്പോഴും നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ മുഖ്യമന്ത്രിയുടെ ഒക്കെ പെർഫോമൻസ് കാണുമ്പോൾ പ്രതിപക്ഷ നേതാവാണോ മുഖ്യമന്ത്രി എന്ന് നിങ്ങൾക്ക് തോന്നാറില്ല? എനിക്കും തോന്നാറുണ്ട്. കാരണം സംഘപരിവാറിനെതിരെ ആഞ്ഞടിക്കുന്നു, വിലകയറ്റത്തിനെതിരെ ആഞ്ഞടിക്കുന്നു, ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും ഇടപെടുന്നു, എല്ലാ ജനകീയ സമരങ്ങൾക്കും ഒരു ശബ്ദമായിട്ട് പ്രതിപക്ഷ നേതാവ് മാറുന്നു, സഭയിലും അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെയല്ലേ സത്യത്തിൽ മുഖ്യമന്ത്രി VD സതീശനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചതെന്ന് തോന്നിപ്പോവുകയാണ്. VD സതീശൻ ചെയ്യേണ്ടതൊക്കെ പിണറായി വിജയൻ ചെയ്യുന്ന സാഹചര്യം ഇപ്പൊ നിപ്പയെ പിടിച്ചു കെട്ടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറുകയാണല്ലോ. അതുപോലെ തന്നെ ആരോഗ്യരംഗം മുഴുവൻ തകർന്ന് തരിപ്പണാവുകയാണ്. സത്യത്തിൽ മുരളീധരനെ കണ്ടിട്ട് എനിക്ക് പേടിയാവുകയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, മൂപ്പർക്ക് പറ്റിയ പണിയല്ല അത്. മൂപ്പർക്ക് പറ്റുന്നില്ല ആരോഗ്യ രംഗത്തെ കൺട്രോൾ ചെയ്യാനും അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ഇത്തരത്തിലുള്ള വലിയ വൈറസ് വ്യാപനത്തെയൊക്കെ തടഞ്ഞു നിർത്തുന്നതിനും ഒക്കെ അദ്ദേഹത്തിനെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിന് തന്നെ അവിടെ എന്താണ് നടക്കുന്നതെന്ന് പുള്ളിക്ക് തന്നെ അറിയില്ല. അപ്പൊ അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മൊത്തത്തിൽ ആശങ്ക, മൊത്തത്തിൽ ആശയക്കുഴപ്പങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ UDF സർക്കാരിൽ കാണുന്നത്. ഇത് എവിടെ പോയി എത്തുമോ ദൈവത്തിനറിയാം. നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൽ അത് മാത്രമേ പറയാനുള്ളൂ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.